ഇത് ഒരു മാസം മുന്നേ നമ്മൾ വിത്ത് കുഴിച്ചിട്ട് ഉള്ള വണ്ടിയാണ്. അപ്പോൾ ഇനി നമ്മൾ ഇതിന് വളം ഇടണം. വളം കൃത്യമായിട്ട് ചേർക്കാത്തത് കൊണ്ടാണ് ഈ ഒരു വണ്ടിയൊക്കെ കാണുന്നില്ല, ചെറുതാണ്. പിന്നെ ഇതിനൊക്കെ ഈ പുഴു വരിച്ചിട്ടുണ്ട്, ഈ വെണ്ടക്കൊക്കെ പുഴു വരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരു മിശ്രിതം തളിക്കാനുണ്ട്, അതൊക്കെ ചെയ്യണം. അപ്പോൾ നമ്മൾ കണ്ടില്ലേ, വെണ്ട ഇങ്ങനെ നമ്മൾ ലൈനായിട്ടാണ് ഇങ്ങനെ കുഴിച്ചിട്ടുള്ളത്. ഇത് നല്ല ലൈനായിട്ട് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഭംഗിയിൽ പണിയെടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ കാട് പിടിച്ചിട്ടുണ്ട്, കണ്ടില്ലേ, ഇതെല്ലാം ഈ കാട് പിടിച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ. അപ്പോൾ അത്ര വരെ നമ്മൾ ഒറ്റ ലൈനായിട്ട് അതിങ്ങനെ ഈ ലൈൻ ഇങ്ങനെ ആയിട്ടാണ് വെണ്ട നാട്ടിയിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ ഈ വീട്ട് പറമ്പിലുള്ള കൃഷിയാണ്. അപ്പോൾ ഇതെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇവിടെ ഈ കാട് പിടിച്ചിട്ടുള്ള ഈ വെണ്ടൻ്റെ ഇത് നമ്മളിതൊന്ന് വൃത്തിയാക്കണം. വൃത്തിയാക്കണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇപ്പോൾ ചുറ്റും കാടാണ്. അപ്പോൾ ആ കാട് നമ്മൾ ഇതിനെ കൊണ്ടിങ്ങനെ ഇങ്ങനെ ചെത്തി കൊടുക്കുക. ഇങ്ങനെ ചെത്തി കൊടുത്തതിന് ശേഷം കണ്ടില്ലേ, ഇതിൻ്റെ ചോട് ഇങ്ങനെ വൃത്തിയാക്കുക. ഇങ്ങനെ വൃത്തിയാക്കിയിട്ട് കുറച്ച് നല്ല വീതിയിൽ തന്നെ ആയിക്കോട്ടെ, കുറച്ച് നല്ല വീതിയിൽ ഇങ്ങനെ വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഇനി വളമാണ് ഇട്ട് കൊടുക്കേണ്ടത്. വളം ഇപ്പോൾ തൽക്കാലം ഇല്ലാത്തത് കൊണ്ട് നമുക്കിതിൻ്റെ മേലടി ഇത്തിരി മണ്ണിങ്ങോട്ട് കയറ്റി കൊടുക്കാം. തൽക്കാലം മണ്ണിങ്ങനെ കയറ്റിയിട്ട് വളം കൊണ്ടുവന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ചുവട്ടിലുള്ള മണ്ണ് കുറച്ച് നീക്കിയിട്ട് നമുക്ക് അതിന് വളം ഇട്ട് കൊടുത്താൽ മതി. കണ്ടില്ലേ, ഇതിനിപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള മണ്ണ് കയറ്റി കൊടുത്തിട്ടുണ്ട്. ഈ മണ്ണ് കയറ്റി കൊടുക്കുമ്പോഴുള്ള പ്രത്യേകത എന്നാ, അതിൻ്റെ ചുവട്ടിലുള്ള കാടുകളൊക്കെ നല്ല ക്ലീനായി, കാടെല്ലാം പോയി. ഇനി വളം ചേർക്കുമ്പോൾ കുറച്ച് വൃത്തിയാക്കണം. ഇനിയിപ്പോൾ അടുത്ത വെണ്ടയല്ലേ, കണ്ടില്ലേ, ഇതിങ്ങനെ ഇനി അടുത്ത ഈ വെണ്ട അപ്പോൾ നമ്മൾ കുറച്ച് ചെത്തി കാടങ്ങോട്ട് നൽകുക. അപ്പോൾ വളം കുറച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. നമ്മൾ വളം ചേർക്കുമ്പോൾ ഇതിൻ്റെ ചോട് ഒന്നും കൂടി ഒന്ന് നമ്മൾ മണ്ണ് കുറച്ച് നീക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. വളം ഇടുമ്പോൾ എന്താ ഇപ്പോൾ ആവശ്യത്തിനുള്ള മണ്ണായി, ഇതിൻ്റെ ചോടിലുള്ള കാട് വന്ന് വൃത്തിയായി. ഇങ്ങനെയാണ് നമ്മൾ വെണ്ട നടേണ്ടത്. വെണ്ടേൻ്റെ ചുറ്റും. അപ്പോൾ ഈ വെണ്ട കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർ ഇതുപോലെ ലൈനായിട്ട് നട്ടിട്ട് ഇതുപോലെ ചെത്തി കൊടുത്ത് ഇത്തിരി വളമിട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാമ്പാറൊക്കെ വെക്കാനുള്ള വെണ്ട നമുക്ക് കിട്ടും. കണ്ടില്ലേ, ഇതൊക്കെ അങ്ങോട്ട് നമ്മൾ മാറ്റി ചോട് വൃത്തിയാക്കി ഇത്തിരി മണ്ണ് ഇങ്ങനെ കയറ്റി കൊടുക്കാൻ കണ്ടില്ല. ഇത്രയേ ഉള്ളൂ നമുക്ക് വെണ്ടയ്ക്ക് വേണ്ടേ. ഇനി വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ഈ പുഴു അരിച്ചതിനുള്ള ഒരു മിശ്രിതം ലായനിയുണ്ട്, അത് സോപ്പ് ലായനിയുണ്ട്, പുകയില കഷായം എന്ന് പറയും. അതൊന്ന് തളിച്ചു കഴിഞ്ഞാൽ നല്ല ഇലയൊക്കെ നല്ല ഭംഗിയായി വളമൊക്കെ ചേർത്ത് കഴിയുമ്പോൾ ഉഷാറായതാ. കണ്ടില്ലേ, ഇവിടെ പൂവിട്ട് കഴിഞ്ഞു, ചെറിയ വെണ്ട ആയിട്ട് വരുന്നതല്ല. അപ്പോൾ ഇത് ഒരു മാസം കഴിയുമ്പോഴേക്ക് നല്ല ഉഷാറാവും. ഇതാണ് വെണ്ട കൃഷി ചെയ്യുന്ന രീതി.